ഹലോ ഗൈസ്, ദിലീപിനെതിരെയുള്ളത് കള്ളക്കേസാണ്, അങ്ങനൊരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ മാർട്ടിൻ്റെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടല്ലോ ഗൈസ്. എന്താണ് ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും? എന്തായാലും നമ്മളൊക്കെ അതിജീവിതയുടെ കൂടെ തന്നെ കേട്ടോ, അതിലൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ ബലമായ സംശയമുണ്ട്. ആ സംശയം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളിപ്പോൾ ലോജിക്ക് വെച്ച് സംസാരിക്കാൻ തുടങ്ങി. മറ്റേന്താ അറിയോ, ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ സത്യാനന്തര കാലഘട്ടത്തിലെ ആളുകൾക്ക് ലോജിക്കും റീസണിങ് പവറും അതൊന്നല്ല കൂടുതൽ പ്രാധാന്യം. അവരെന്താ വെച്ചാൽ ഒരാളോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് അവർ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ എതിർക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ മുതലെടുക്കണമെന്ന്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ മുതലെടുക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് തോന്നുന്നത് കേസ്. പ്രത്യേകിച്ച് മലയാളികളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് കാര്യം ആലോചിക്കുകയും കോടതി ഒരു കേസ് ഒരു തെളിവുകൾ വേണ്ടത്ര തെളിവുകളില്ലാണ്ട് ഒരു ചെങ്ങായിനെ 86 ദിവസം ജയിലിൽ കിടത്തുക. അതിനുശേഷം തെളിവുകളൊന്നും ഇല്ല എന്നുള്ള പേരിൽ ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷം ആളെ പുറത്തു വിടുകയാണ്. എന്നിട്ട് ഭാഗ്യലക്ഷ്മിയൊന്നും ആ കോടതിയുടെ വിധിനെ അംഗീകരിക്കണമില്ല. അഴിമതി ആണ് ജഡ്ജി കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജിനെയൊക്കെ അപമാനിക്കണം. ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക? ഇവർക്ക് ഈ ലോജിക്ക് പറയുന്ന സാധനമല്ലേ. വേടനെ ഇവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വേടൻ പിന്നെ ഡീസൻ്റ് ആണല്ലോ. എന്താ ഇവരൊക്കെ ഉദ്ദേശം? ഇത് മലയാളികൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മളൊരു റീസണിങ് പവർ ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ് കേസ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ 2025 ആളുകളിപ്പോഴും എന്താ പറയുക, ഒരു 100 കൊല്ലം മുമ്പൊന്നല്ല ജീവിക്കണത്, ഈ 2025 ജീവിക്കണത് എന്ന് ഭാഗ്യലക്ഷ്മിക്ക് ഇനി മനസ്സിലാവണില്ലേന്നാവും. ഇവർ എന്താ കാര്യം എന്നറിയോ, കുറേ ആൾക്കാർ മുണ്ടാണ്ടിരിക്കും. ഈ തലയിലാൾ താമസമുള്ള ആളുകളെ പലരും എന്താ വെച്ചാൽ അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും അവരുടേതായ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലരും മുണ്ടാണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും ഇതിലിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ പറഞ്ഞിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഇരക്കെതിരാണ്, അതിജീവിതക്കെതിരെയാണെന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി വരും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ റീസെൻ്റായിട്ട് മോഹൻലാൽ അതുപോലെ മമ്മൂട്ടി അവരുടെ സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സംഗതി ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ അവരങ്ങനെ ചെയ്യാൻ പാടില്ല, ദിലീപിൻ്റെ സിനിമകളെ ഭ്രഷ്ട് കൽപ്പിക്കണം, ദിലീപിനെ ഭ്രഷ്ട് കൽപ്പിക്കണം, മൂപ്പരുടെ കരിയർ നശിപ്പിക്കണം, മൂപ്പരുടെ സിനിമകളില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ കാശിനെ അത് ബാധിക്കും, കാശ് കുറയുമല്ലോ. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയ്ക്ക് മൂപ്പർ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ല, സാമ്പത്തികമായിട്ട് മൂപ്പർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മൂപ്പരെ സപ്പോർട്ട് കുറയുന്നൊക്കെ. അപ്പോൾ ഒരാളെ തകർക്കുക എന്നാണ് ഇവർ ഉദ്ദേശിക്കണതില്ലേ. ഇവരെന്താ ഉദ്ദേശിക്കണത്? അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട് കേസ്, 2-3 ദിവസമായിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ വെറുതെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാമെന്ന് മാത്രമല്ല, ഇത് ഇവർ ഈ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്കൊക്കെ അന്തി ചർച്ചയ്ക്കൊക്കെ ഇവർ കയറി വരുന്നില്ലേ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആങ്കർമാർ ശ്രദ്ധിക്കുക, 2 സൈഡിൽ നിന്നിട്ട് ആളുകൾക്ക് സംസാരിക്കാനും സംവദിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. മറ്റെന്താ വെച്ചാൽ ഭാഗ്യലക്ഷ്മിയൊക്കെ സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ വെറുതെ കുറേ ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിവൈകാരികമായി മെലോ ഡ്രമാറ്റിക്കായിട്ടൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആങ്കേഴ്സൊക്കെ നിൽക്കുന്നത്, അവതാരകരെ. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എന്താ ഇവർ ഉദ്ദേശിക്കണത്? ഇപ്പുറത്തെ ശ്രീജിത്ത് പണിക്കർ ലോജിക്കലി കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ആ ഒരു എന്താ പറയുക കൊടയും പിടിച്ചിട്ട് ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് ശ്രീജിത്ത് എന്നൊക്കെ ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇവർ എന്താ ഉദ്ദേശിക്കണത്? അല്ല ഇവർ മറ്റേ പകർപ്പ്, കോടതി വിധിയുടെ പകർപ്പ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ. കോടതി വിധി എല്ലാവർക്കും അവൈലബിൾ. ഇവരിതൊന്നും വായിച്ചിട്ടില്ലേ? ഇവർക്ക് ഇതൊന്നും വായിക്കാൻ താല്പര്യമില്ല അല്ലേ? കാരണം ഇവർ വിശ്വസിക്കുന്നത് വേറൊരു സംഗതിയാണ്. ഇവരിത് പകൽ സമയമാണെങ്കിൽ ഇവരിത് രാത്രിയാണെന്നുണ്ട് ആളുകളെ ഉണ്ട് ബോധിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കരയുക, ബഹളം വയ്ക്കുക, അയ്യോ നിങ്ങളിപ്പോൾ അതിജീവിതയ്ക്കൊപ്പമല്ല അല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഇതൊരു ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. സ്ത്രീത്വം, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരൊക്കെയാണ് എന്ന് കരുതിയിട്ട് ഒരു പാവം പിടിച്ച, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പാവം പിടിച്ചാന്ന് പറയാൻ പറ്റില്ല, തെറ്റുകളൊന്നും ചെയ്യാത്ത, തെളിവുകളൊന്നും ഇല്ലാത്ത കോടതി വെറുതെ വിട്ടുള്ള ഒരു മനുഷ്യനെ ഇനിയും ക്രൂശിക്കണം എന്നാണ് പറയണത്. അയാളുടെ 9 വർഷം പോയി കിട്ടിയില്ലേ. 9 വർഷം പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ദിലീപിൽ. പിന്നെ ദിലീപ് ഇല്ലാത്ത സമയത്ത് നേട്ടം കൈവരിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇവർക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേസ്. എന്താണ് ഇതെന്താ അറിയോ, ഇതൊരു മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു കളിയാണിത് എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഇത് ആളുകളിങ്ങനെ പ്രതികരിക്കാണ്ട് അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ഇവർ തലേ കയറി നിരങ്ങും. ഇവരെല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറൊരു ലോകം സൃഷ്ടിച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഇതേത് യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ. അതുമല്ല കേട്ടോ, മറ്റേ സംഗീത ലക്ഷ്മണൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ നിങ്ങൾ.
സംഗീത ലക്ഷ്മണ 3-4 വർഷം മുമ്പ് തന്നെ ഇറക്കിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, ഇൻ്റർവ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ മാർട്ടിൻ്റെ ഇൻ്റർവ്യൂ അവരുടെ ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് മുഖ്യധാര മാധ്യമങ്ങളൊന്നും അത് എയർ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും മുഖ്യധാര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച നടത്താത്തത്? എന്തുകൊണ്ടായിരിക്കും ആ വീഡിയോ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? അപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഒരു പ്രത്യേക രീതിയിലുള്ള നെറേറ്റീവാണ്. ആ നെറേറ്റീവിൽ എന്ത് വേണം? ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നുള്ള ഒരു ആവശ്യം ആളുകളുടെ ഉള്ളിലുണ്ടാക്കണം. ഇതാണ് അല്ലേ? എന്താ ബസ്സിൽ ദിലീപിൻ്റെ ഈ പറക്കും തളിക എന്നുള്ള സിനിമ ഇട്ടപ്പോൾ അതിനെ എതിർത്ത ആളുകളൊന്നും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ദിലീപിൻ്റെ സിനിമകൾ ആളുകൾ കാണരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിലീപിന് എന്താ ചെയ്യുക? നാട് കടത്ത്. അയ്യോ ഇവരൊന്ന് കാര്യം വെച്ചൊക്കെ ഇതിപ്പോൾ ഒരു രാജാവിൻ്റെയൊക്കെ ഒരു ഭരണമാണ് വിചാരിക്കുക. രാജഭരണമാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും? മൂപ്പരെ ചിലപ്പോൾ മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് നാട് കടത്തിയിട്ടുണ്ടാവും അല്ലേ? ചൂലം കുത്തിയിട്ട് ഇവരതും ചെയ്യാൻ മടിക്കൂല ഇവർ. ഇതാണ്. അപ്പോൾ നമ്മളെ ഇത് രാജഭരണമൊന്നുമല്ല, ഇത് നമ്മളെ ആളുകൾ ലോജിക്ക് വെച്ചിട്ട് നിയമ സംവിധാനത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭാഗ്യലക്ഷ്മി മനസ്സിലാക്കണം എന്നാണ്. ഭാഗ്യലക്ഷ്മിയെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ നമ്മളൊക്കെ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇത് ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് കേസ്. നിയമത്തിൻ്റേതായ കാര്യങ്ങൾ വെച്ച് തെളിവുകളും ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുക. അതിജീവിതക്കൊപ്പം എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിക്ക് എങ്ങനെയാണ് വേടനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? എനിക്കതാ മനസ്സിലാവത്ത്. എത്ര ആലോചിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പല ആളുകളും നമ്മളെ ഭീഷണിപ്പെടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഇല്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ശരി.